എല്ലാവർക്കും SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ വിജ്ഞാപനത്തെ പറ്റിയാണ്. +2 യോഗ്യത വെച്ച് കൊടുക്കാൻ പറ്റുന്ന തസ്തികകളാണ് NTPC അണ്ടർ ഗ്രാജുവേറ്റിൽ വരുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ 06/2024 RRBയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വേണം അപേക്ഷിക്കാൻ. RRBയുടെ ജൂനിയർ എഞ്ചിനീയർ, ടെക്നീഷ്യൻ, NTPC ഗ്രാജുവേറ്റ് എന്നീ തസ്തികകളിൽ ഏതെങ്കിലും നിങ്ങൾ നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് RRB ഏതെല്ലാം തസ്തികകളിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയുള്ള ചില വിവരങ്ങൾ കൊടുത്ത് അപേക്ഷ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 20 ഒക്ടോബർ 2024. വിവിധ RRBകളിലായി 3445 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നോക്കാം. അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികകളിൽ വരുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക് എന്നിവയാണ്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ 3 വരുന്നതാണ്. അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ 21,700. പ്രായം 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് എല്ലാ കാറ്റഗറിക്കും. വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2022. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 2 വരുന്നതാണ്. 19,900 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 361 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ലെവൽ 2 19,900 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 990 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രെയിൻസ് ക്ലർക്ക് ലെവൽ 2 19,900 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 72 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3,445 ഒഴിവുകളാണ് എല്ലാ RRBകളിലുമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലെവൽ 3 വരുന്ന തസ്തികയായ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന തസ്തികയ്ക്ക് ഏതാണ്ട് 40,000 മുകളിലും, ലെവൽ 2 വരുന്ന തസ്തികളായ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക് എന്നീ തസ്തികകൾക്കാണെങ്കിൽ ഏതാണ്ട് 35,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ശമ്പളമായിട്ട് ലഭിക്കും. കൂടാതെ റെയിൽവേയുടെ മറ്റ് ആനുകൂല്യങ്ങളിൽ ലഭിക്കുന്ന തസ്തികകളാണ് ഇവ. പ്രായം കണക്കാക്കുന്നത് 1/1/2025 അനുസരിച്ചാണ്. സാധാരണയായി RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികകൾക്ക് 30 വയസ്സ് ഉയർന്ന പ്രായമായി പറയുന്നുണ്ടെങ്കിലും കോവിഡ് സമയത്ത് അവസരം നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി 3 വർഷത്തെ വയസ്സിളവ് നൽകുന്നുണ്ട് റെയിൽവേ. അതായത് ഈ വിജ്ഞാപനത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഉയർന്ന പ്രായം 33 വരെ ആവാം. ഓരോ വിഭാഗത്തിനും വരുന്ന പ്രായത്തിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് നോക്കാം. UR ആൻഡ് EWS 2/1/1992 അതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് വരുന്നത്. OBC നോൺ ക്രീമി ലെയർ 2/1/1989. SC ST കാറ്റഗറികൾക്കാണെങ്കിൽ 2/1/1987 അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് വരുന്നത്. ലോവർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിക്കും 1/1/2007. അതായത് SC ST OBC നോൺ ക്രീമി ലെയർ എന്നീ തസ്തികകൾക്കൊക്കെ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള വയസ്സളവും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത്. അതും 2 ഡേറ്റ് ഓഫ് ബർത്തും ഇൻക്ലൂഡഡ് ആണ്. എക്സാമിനേഷൻ ഫീസ് UR OBC നോൺ ക്രീമി ലെയർ എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അതായത് ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഈ 500-ൽ നിന്ന് ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്ത് ഏതാണ്ട് 400 രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, വിമുക്ത ഭടന്മാർ, SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് എന്നീ വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. അതായത് ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള തുക നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കും. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും എല്ലാ തസ്തികകൾക്കും കോമൺ ആണ്. കൂടാതെ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലാണെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. കൂടാതെ എല്ലാ തസ്തികകൾക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും നടത്തും. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 90 മിനിറ്റാണ് പരീക്ഷാ സമയം. 100 ക്വസ്റ്റ്യൻ. ജനറൽ അവെയർനെസ് 40 മാർക്ക്, മാത്തമാറ്റിക്സ് 30 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്ക്. 1/3 ആണ് ഓരോ തെറ്റുത്തരത്തിനും നെഗറ്റീവായിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയാണ് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസിയുടെ 15 മടങ്ങ് ആൾക്കാരെയാണ് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. എക്സാം ഡ്യൂറേഷൻ 90 മിനിറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. ജനറൽ അവെയർനെസ് 50 മാർക്ക്, മാത്തമാറ്റിക്സ് 35 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്ക്. 1/3 ആണ് നെഗറ്റീവായിട്ട് വരുന്നത്. പരീക്ഷയുടെ
വ്യക്തമായിട്ടുള്ള സിലബസ് വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. മൂന്നാം ഘട്ടം ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ്, അതായത് അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകൾക്കാണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വരുന്നത്. സ്പീഡ് ഉണ്ടായിരിക്കണം, അതായത് കമ്പ്യൂട്ടറിൽ 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ 25 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ അന്തിമ പട്ടികയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. വിദ്യാഭ്യാസ യോഗ്യത, എല്ലാ തസ്തികകൾക്കും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ള +2 അല്ലെങ്കിൽ തത്തുല്യം, അതാണ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് റെയിൽവേ പറഞ്ഞിരിക്കുന്നത്. അനക്ഷർ ബിയിൽ ഓരോ RRBയുടെ കീഴിലും വരുന്ന വേക്കൻസികൾ, അതായത് കാറ്റഗറി വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് RRB തിരുവനന്തപുരം, RRB ചെന്നൈ, RRB ബാംഗ്ലൂർ എന്നിവയുടെ വേക്കൻസി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. RRB തിരുവനന്തപുരത്തിന് കീഴിൽ വരുന്ന വേക്കൻസികൾ നോക്കാം. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് UR 38, SC 16, ST 14, OBC 23, EWS 11, ടോട്ടൽ 102. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് UR 3, SC 1, ST 2, OBC 2, EWS 1, ടോട്ടൽ 9. ട്രെയിൻസ് ക്ലർക്ക് UR 1, ടോട്ടൽ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ. ടോട്ടൽ 112 വേക്കൻസിയാണ് RRB NDPC അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികയിൽ വരുന്ന തിരുവനന്തപുരത്തിന് കീഴിൽ വരുന്ന വേക്കൻസികൾ. ഉദ്യോഗാർത്ഥികൾ RRB തിരുവനന്തപുരം അല്ലാതെ RRB ചെന്നൈ, RRB ബാംഗ്ലൂരിൻ്റെ കീഴിലും അപ്ലൈ ചെയ്യാറുണ്ട്. നമുക്ക് RRB ബാംഗ്ലൂരിലെ വേക്കൻസി കൂടി നോക്കാം. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് UR 19, SC 7, ST 4, OBC 13, EWS 5, ടോട്ടൽ 48. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് UR 3, SC 1, OBC 1, ടോട്ടൽ 5. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് SWR UR 3, SC 1, OBC 2, ടോട്ടൽ 6. RWF SC 1, ടോട്ടൽ 1. ടോട്ടൽ 60 വേക്കൻസിയാണ് RRB ബാംഗ്ലൂരിൻ്റെ കീഴിൽ NDPC അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികയിൽ വരുന്നത്. അടുത്തത് RRB ചെന്നൈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് UR 18, SC 3, ST 7, OBC 6, EWS 5, ടോട്ടൽ 39. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി UR 3, SC 1, ST 1, OBC 1, ടോട്ടൽ 6. സദേൺ റെയിൽവേ UR 9, SC 3, ST 2, OBC 6, EWS 2, ടോട്ടൽ 22. അടുത്തത് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി UR 32, SC 8, ST 3, OBC 1, EWS 3, ടോട്ടൽ 47. സദേൺ റെയിൽവേ UR 36, SC 12, ST 8, OBC 17, EWS 6, ടോട്ടൽ 79. ട്രെയിൻസ് ക്ലർക്ക് സദേൺ റെയിൽവേ UR 1, ടോട്ടൽ 1. ടോട്ടൽ 194 വേക്കൻസികളാണ് RRB ചെന്നൈയുടെ കീഴിൽ NDPC അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വേണ്ടി റെയിൽവേയുടെ ഔദ്യോഗിക വിജ്ഞാപനം കാണുക. നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഓൺലൈൻ അപേക്ഷയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ +2 യോഗ്യത വെച്ച് മികച്ച ശമ്പളത്തോടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കൊടുക്കേണ്ട അപേക്ഷയാണ് RRB NDPC അണ്ടർ ഗ്രാജുവേറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്